പ്രിയപ്പെട്ട ഹയർ സെക്കൻഡറി +2 സുവോളജി വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഡേറ്റ് 2025 മാർച്ച് 4-ാം തീയതിയാണ്. അപ്പോൾ വരുന്ന വെള്ളിയാഴ്ച സുവോളജി പരീക്ഷയാണ്. ഓക്കെ, സോ മോളിക്കുലാർ ബേസിസ് ചാപ്റ്ററിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസാണ് നമുക്ക് വരിക എന്ന് നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാം. കൂട്ടത്തിൽ സാന്ദർഭികമായിട്ട് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചകളിൽ കാണപ്പെടുന്ന ഒരു വിഷയം കൂടി നിങ്ങളായി പങ്കുവെച്ച ശേഷം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെയൊക്കെ നാടിൻ്റെ തൊട്ടടുത്തുള്ള താമരശ്ശേരി എന്ന സ്ഥലത്തുള്ള ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ മോൻ, ഷഹബാസ് എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞുമോൻ, അവൻ്റെ കൂട്ടുകാരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വളരെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഞാൻ ഈ ഒരു ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മളെല്ലാവരും വിട്ടു നിൽക്കുക. നമ്മുടെ സഹോദരനെ ആക്രമിക്കുവാനുള്ള, അഭയപ്പെടുത്തുവാനുള്ള അവകാശം നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാവില്ല എന്ന് ഒരു പ്രതിജ്ഞ എടുക്കണമെന്ന് വിനീതമായി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സെഷൻ ആരംഭിക്കുന്നു. ഓക്കെ, ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും ഡി എൻ എയുടെ ഘടനയും അതിൻ്റെ പ്രവർത്തന രീതികളുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേക ക്രമത്തിലൂടെയല്ല നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് എക്സാമിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള വരാൻ സാധ്യതയുള്ള ടോപ്പിക്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടും അതുപോലെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് എന്താണ് ഡി എൻ എ, ഈ ഡി എൻ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് നേരെ ക്വസ്റ്റ്യൻസിലൂടെ പോകും കേട്ടോ. കുറഞ്ഞ സമയത്ത് എക്സ്പ്ലനേഷൻ ഉണ്ടാവുകയുള്ളൂ. 2-3 മിനിറ്റ് കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ആദ്യമായിട്ട് നമുക്കറിയാം നമ്മുടെ സെല്ലിൻ്റെ അകത്ത് ദർ ഇസ് എ ന്യൂക്ലിയസ്. ഓക്കെ, ഈ ന്യൂക്ലിയസിൻ്റെ അകത്താണ് എന്തുണ്ടാവുക? ഡി എൻ എ ഉണ്ടാവുക. ഓക്കെ, ഈ ഡി എൻ എ ആണ് നമ്മുടെ ഓരോ ക്യാരക്ടറിനെയും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പഠിക്കാനുള്ളത് ഡി എൻ എയുടെ റെപ്ലിക്കേഷൻ എന്താണെന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഡി എൻ എയുടെ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡി എൻ എയിൽ നിന്നും പുതിയൊരു ഡി എൻ എ ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡി എൻ എ റെപ്ലിക്കേഷൻ. സോ ഇതൊരു ഡി എൻ എ ആണ്. ഈ ഡി എൻ എയിൽ നിന്നും ഈ ഡി എൻ എയുടെ ഇതേപോലെയുള്ള വേറൊരു കോപ്പി ഉണ്ടാവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡി എൻ എ റെപ്ലിക്കേഷൻ. ഡി എൻ എ റെപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഡി എൻ എയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡി എൻ എയിൽ നിന്നുണ്ടാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻ്റാണ് മെസ്സഞ്ചർ ആർ എൻ എ. മെസ്സഞ്ചർ ആർ എൻ എ. ഈ ഡി എൻ എയിൽ നിന്നും ഒരു മെസ്സഞ്ചർ ആർ എൻ എ ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുക? ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ. എന്തിനാണ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്നത് നമ്മൾ അടുത്ത ക്ലാസ് സെഷനിൽ പറയും. സോ ഡി എൻ എയിൽ നിന്നും എം ആർ എൻ എ അഥവാ മെസ്സഞ്ചർ ആർ എൻ എ രൂപപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? എം ആർ എൻ എ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ വിളിക്കും. ഈ മെസ്സഞ്ചർ ആർ എൻ എയുടെ സഹായത്തോടെയാണ് നമ്മുടെ ബോഡി അതിനാവശ്യമായ എന്തുണ്ടാക്കുന്നത്? പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ എന്നാണ് വിളിക്കുക. ട്രാൻസ്ലേഷൻ. സോ ഒരു ഡി എൻ എയുടെ ഇതിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റും. ഒരു ഡി എൻ എ എങ്ങനെയാണ് സ്വഭാവങ്ങളെ പ്രകടമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വിവിധങ്ങളായ പ്രോട്ടീനുകൾ നിർമ്മിച്ചുകൊണ്ടാണ്. എന്നാൽ ഡി എൻ എ നേരിട്ട് പ്രോട്ടീൻ നിർമ്മിക്കുമോ? ഇല്ല. ഡി എൻ എയിൽ നിന്നും ആദ്യം എന്തുണ്ടാവും? മെസ്സഞ്ചർ ആർ എൻ എ ഉണ്ടാവും. ഈ ഡി എൻ എയിൽ നിന്നും മെസ്സഞ്ചർ ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണിത് ട്രാൻസ്ക്രിപ്ഷൻ. ഈ മെസ്സഞ്ചർ ആർ എൻ എയിൽ നിന്നും പ്രോട്ടീൻ, അതിൻ്റെ മെസ്സഞ്ചർ ആർ എൻ എയുടെ സഹായത്തോടെ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിനെ വിളിക്കുന്ന പേരാണിത് ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ടോട്ടൽ പ്രോസസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഡോഗ്മ. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജി.
ഓക്കെ, ഇത്രയും നമ്മൾ ടോപ്പിക് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1, ഒന്നാമത്, ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ജനറ്റിക് മെറ്റീരിയൽ ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് DNA ഇൻറ്റു RNA ഈസ് കോൾഡ് ഡാഷ്. DNA-യിലുള്ള ഇൻഫർമേഷൻ ഒരു RNA-യുടെ രൂപത്തിലോട്ട് കോപ്പി ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? അതാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞത്. എന്ത്? ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. DNA-യിൽ നിന്നും RNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA നിർമ്മിക്കുന്നതാണെന്ത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ AB എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ നോക്ക്. A എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷനാണ്, B എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷനാണ്, അല്ലേ? ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ട്രാൻസ്ലേഷൻ എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. The process of copying genetic information from one strand of DNA into RNA ആണല്ലോ, കറക്റ്റ് ആണല്ലോ, ട്രാൻസ്ക്രിപ്ഷൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് രണ്ട് ക്വസ്റ്റ്യൻ വന്നതെന്ന് അറിയില്ല. ഏതായാലും ആ പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതേ പോയിന്റ് വന്നുകൊണ്ട് പലപ്പോഴും സെയിം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലെങ്കിൽ 2023 മാർച്ചിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഐഡൻറ്റിഫൈ A ആൻഡ് B. ഇവിടെ എന്താ? A എന്ന് പറഞ്ഞതാണ് DNA-യിൽ നിന്നും DNA ഉണ്ടാകുന്ന പ്രോസസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് DNA റിപ്ലിക്കേഷൻ, അല്ലേ? മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി B എന്താണ്? ട്രാൻസ്ലേഷൻ വഴി mRNA-യിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? പ്രോട്ടീനാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പല വർഷങ്ങളിലുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ ഈ ഇതിൽ തന്നെ 65-ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ. ഏത് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? 2014 വന്ന ക്വസ്റ്റ്യനാണ്. ഇതെന്താണ്? ഇതിനെ ടോട്ടലി നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. ഇനി വളരെ ഗംഭീരമായൊരു ക്വസ്റ്റ്യനാണ്. ഇൻ സം കേസസ് DNA ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം RNA. ചില സമയത്ത് ഇവിടെ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? DNA-യിൽ നിന്നും RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സ് അല്ലേ ട്രാൻസ്ക്രിപ്ഷൻ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താ? ചിലപ്പോൾ എന്ത് ചെയ്യൂ, RNA-യിൽ നിന്നും DNA പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ദിസ് പ്രോസസ്, നെയിം ദിസ് പ്രോസസ്, അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് വിളിക്കുക. ഇതെവിടെയാണ് നടക്കുന്നതെന്ന് അറിയാം. ഗിവ് ആൻ എക്സാമ്പിൾ. ഇത് HIV വൈറസിൽ നടക്കുന്ന കാര്യമാണ്. HIV-യുടെ അല്ലെങ്കിൽ പിന്നെ എയ്ഡ്സ് അസുഖത്തിൻ്റെ വൈറസുകൾ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറസിൻ്റെ RNA നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? DNA പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഡയഗ്രത്തിൽ ഈ കാണുന്നതാണ് നമ്മുടെ DNA. ഇതാണ് DNA. ഈ DNA-ൻ്റെ പ്രത്യേകത എന്താ പറയുക മക്കളെ? ഈ DNA-യുടെ ലെങ്ത്ത് വളരെ കൂടുതലാണ്. നമ്മുടെ ഒരു സെല്ലിൻ്റെ അകത്ത് 6 ബില്യൺ നൈട്രജൻ ബേസുകളുണ്ട് DNA. ഈ DNA എങ്ങനെയാണ് ഒരു സെല്ലിൻ്റെ അകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്? പാക്കേജിങ് ഓഫ് DNA കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ വലിയ DNA എങ്ങനെയാണ് കുഞ്ഞുമായിട്ടുള്ള വളരെ ചെറിയ സെല്ലിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്തിരിക്കുന്നത്? ഓക്കെ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ സെല്ലിൻ്റെ അകത്ത് ചില പ്രോട്ടീൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഹിസ്റ്റോൺ എന്നാണ് വിളിക്കുക. ഹിസ്റ്റോൺ എന്ന് വിളിക്കുന്ന പ്രോട്ടീൻസ്. ഓക്കെ, ഈ ഹിസ്റ്റോണിൻ്റെ പ്രത്യേകത അതിന് 8 യൂണിറ്റുകളുണ്ട്. 8 യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടോമർ എന്നാണ് നമ്മൾ വിളിക്കുക. ഈ ഹിസ്റ്റോണിൻ്റെ പ്രത്യേകത അതിന് പോസിറ്റീവ് ചാർജാണുള്ളത്. ഹിസ്റ്റോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. അതുപോലെ നമ്മുടെ DNA-യുടെ ചാർജ് എന്താ അറിയോ? നെഗറ്റീവ് ചാർജാണ്. സോ ഈ പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് വിളിക്കുന്ന പ്രോട്ടീൻ്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജുള്ള DNA ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഹിസ്റ്റോണും DNA-യും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഐഡൻറ്റിഫൈ ദ ഫിഗർ. ദിസ് ഫിഗർ ഈസ് കോൾഡ് ന്യൂക്ലിയോസോം. സോ എന്താ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ ഒരു DNA-യും അതുപോലെ തന്നെ ഹിസ്റ്റോൺ എന്ന പ്രോട്ടീനും ഓക്കെ രണ്ടും കൂടി ചേർന്നാൽ എന്തായി? ന്യൂക്ലിയോസോമായി.
So the total structure is called a nucleosome. In nucleosome, how the DNA is packed? DNA is negatively charged, and the histone octamer is positive charged. It is the positive, his negatively charged DNA പോസിറ്റീവ് ചാർജിൽ ഹിസ്റ്റോണിൻ്റെ മുകളിൽ ചുറ്റി നിൽക്കുകയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ എ ഹിസ്റ്റോൺ കോർ? ഒരു ഹിസ്റ്റോൺ കോറിൽ എത്ര ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഓക്കെ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണിത്. യൂക്രോമാറ്റിനും ഹെട്രോക്രോമാറ്റിനും ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹിസ്റ്റോൺ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരുപാട് ന്യൂക്ലിയോസോമുകൾ. ഇതൊരു ന്യൂക്ലിയോസോമാണ്, ഇത് രണ്ടാമത്തെ ന്യൂക്ലിയോസോം, ഇങ്ങനെ മൂന്നാമത്തെ ന്യൂക്ലിയോസോം, ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോസോമുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്രോമാറ്റിൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഈ ക്രോമാറ്റിനുകൾ 2 ടൈപ്പ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണാം, ഒന്ന് യു ക്രോമാറ്റിനാണ്, മറ്റേത് ഹെറ്ററോക്രോമാറ്റിനാണ്. യു ക്രോമാറ്റിൻ വളരെ ലൂസ്ലി പാക്ക്ഡ് ആണ്, എന്നാൽ ഹെട്രോക്രോമാറ്റിനോ ടൈറ്റ്ലി പാക്ക്ഡ് ആണ്. ഇതാണ് യു ക്രോമാറ്റിനും ഹെട്രോക്രോമാറ്റിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. മറ്റു വ്യത്യാസങ്ങൾ കൂടി നമുക്കിവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. ഓക്കെ, യു ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ക്രോമാറ്റിൻ വിച്ച് ആർ ലൂസ്ലി പാക്ക്ഡ്, വളരെ ലൂസ്ലി പാക്ക് ചെയ്ത ക്രോമാറ്റിനാണിത് യു ക്രോമാറ്റിൻ. ആൻഡ് ഹെട്രോക്രോമാറ്റിൻ എന്ന് പറഞ്ഞാലോ ക്രോമാറ്റിൻ വിച്ച് ഈസ് മോർ ഡെൻസ്ലി പാക്ക്ഡ്, ഇതുപോലെ ഡെൻസ്ലി ആയിട്ട് വളരെ ടൈറ്റ്ലി ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടുള്ള ക്രോമാറ്റിനാണിത് ഹെട്രോക്രോമാറ്റിൻ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത്, സ്റ്റെയിൻ നമുക്കറിയാം, നമ്മൾ സെൽസൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസാണ് സ്റ്റെയിനുകൾ. ഇങ്ങനെ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ യു ക്രോമാറ്റിൻ ലൈറ്റ് കളറിലാണ് സ്റ്റെയിൻ ചെയ്യുക, എന്നാൽ ഹെട്രോക്രോമാറ്റിൻ സ്റ്റെയിൻസ് ഡാർക്ക്. അതുപോലെ യൂക്രോമാറ്റിൻ ആക്റ്റീവാണ്. ട്രാൻസ്ക്രിപ്ഷനിലൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സിലൂടെ യൂക്രോമാറ്റിൻ എന്താണ്? ആക്റ്റീവാണ്. എന്നാൽ ഹെട്രോക്രോമാറ്റിനുകൾ ഇനാക്റ്റീവാണ്. ഇത് പലപ്പോഴായിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു ഭാഗമാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് വിളിക്കുന്ന സയൻറ്റിസ്റ്റ് നടത്തിയ ചില എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഇവിടെ നിങ്ങൾ കാണാം, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ഗ്രിഫിത്ത്സ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ് ഇസ് ഗിവൺ ബിലോ. ഇവിടെ വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ് ഇൻ ഈച്ച് സ്റ്റെപ്പ് A, B, C, and D. ഈ രൂപത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ വരാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റ് ഓർമ്മ വേണം. ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്നാണ് വിളിക്കുക. ഇദ്ദേഹത്തിൻ്റെ ആശയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ചോദിക്കും 1 വേർഡ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി ഇദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് വിളിക്കുന്ന ബാക്ടീരിയ, ഈ ബാക്ടീരിയ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ചില എക്സ്പെരിമെൻറ്റുകൾ നടത്തിയത്. ഓക്കെ, ഈ ബാക്ടീരിയയുടെ പ്രത്യേകത, ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് R സ്ട്രെയിനാണ്, R സ്ട്രെയിനും മറ്റൊന്ന് S സ്ട്രെയിൻ എന്നീ 2 തരം ബാക്ടീരിയകൾ കാണാൻ പറ്റും. ഓക്കെ, ഈ R സ്ട്രെയിൻ്റെ പ്രത്യേകത, ഇത് നോൺ പാത്തോജനിക് ആണ്. ഇത് നമുക്കറിയാം, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ അസുഖമുണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസമാണ്. ഈ മൈക്രോ ഓർഗാനിസം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് R സ്ട്രെയിൻ ആണ്. R സ്ട്രെയിൻ്റെ പ്രത്യേകത, ഇത് നോൺ പാത്തോജനിക് ആണ്, അസുഖം ഉണ്ടാക്കാറില്ല. അല്ലെങ്കിൽ നമ്മൾ വിളിക്കും നോൺ വിറുലൻ്റ് എന്ന് നമുക്ക് വിളിക്കാം. എന്നാൽ S സ്ട്രെയിൻ്റെ പ്രത്യേകത, ഇത് പാത്തോജനിക് ആണ്, അസുഖമുണ്ട്. പാത്തോജൻ എന്ന് പറഞ്ഞാൽ രോഗകാരിയാണ്, രോഗമുണ്ടാക്കുന്ന വിഭാഗമാണ്. ഇത് നമുക്ക് വിറുലൻ്റ് എന്നും വിളിക്കാം. ഇതിന് ചുറ്റും ഇങ്ങനെയുള്ള സ്മൂത്തായിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് വിളിക്കുന്നത് S സ്ട്രെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നു. S സ്ട്രെയിൻ എന്ന് വിളിക്കാൻ കാരണം സ്മൂത്ത് കവറിങ് ഉള്ളത് കൊണ്ടാണ്. ഇവരാണ് പ്രശ്നക്കാരൻ, ഇവരാണ് അസുഖമുണ്ടാക്കുന്നത്. ഇനി ഇതിനെ ഉപയോഗിച്ച് നടത്തിയ ചില പരീക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഗ്രിഫിത്തിൻ്റെ പരീക്ഷണത്തിന് ഉപയോഗിച്ച ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഇത് 2 ടൈപ്പ് ഉണ്ട്. R സ്ട്രെയിൻ ഉണ്ട്, S സ്ട്രെയിൻ ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ഇനി ഇദ്ദേഹം നടത്തിയ പരീക്ഷണം ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? R സ്ട്രെയിൻ എടുത്തിട്ട് എലിയിൽ ഇഞ്ചക്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, R സ്ട്രെയിൻ നോൺ വിറുലൻ്റ് ആണ്, അസുഖമുണ്ടാക്കാത്തതിനാണല്ലോ. അതുകൊണ്ട് തന്നെ എലിക്ക് അസുഖമൊന്നും ഉണ്ടായില്ല, എലി സുഖമായി ജീവിച്ചു. ഓക്കെ, രണ്ടാമതായി ഇദ്ദേഹം ചെയ്തു, മറ്റൊരു എലിയിൽ S സ്ട്രെയിൻ ബാക്ടീരിയയെ ഇഞ്ചക്ട് ചെയ്തു. നമുക്കറിയാം S സ്ട്രെയിൻ വിറുലൻ്റ് ആണ്, പാത്തോജനിക് ആണ്. അത് ഇഞ്ചക്ട് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? എലി ന്യൂമോണിയ ബാധിച്ച് ചത്തുപോയി, ഡെഡായി.
ഓക്കെ, നമ്മൾ നേരത്തെ നടത്തിയ പരീക്ഷണങ്ങൾ അദ്ദേഹം പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഡിഫറൻ്റ് ആയ 2 സ്റ്റെപ്സാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അത് നമ്മൾ നോക്കാം. മൂന്നാമതായി അദ്ദേഹം ചെയ്തത് ഇതേ എസ്ട്രെയിൻ, അതായത് എസ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ എലി ചത്തുപോയില്ലേ, ഇതിനെ ഇദ്ദേഹം ഹീറ്റ് കിൽ ചെയ്തു, ചൂടാക്കിക്കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു, ജീവൻ നഷ്ടപ്പെടുത്തി. എന്നിട്ട് എലിയിൽ കുത്തിവെച്ചു. പക്ഷേ എലിക്ക് ന്യൂമോണിയ അസുഖം വന്നില്ല. കാരണം എന്താണ്? ഇത് വെറും എസ്ട്രെയിൻ അല്ലല്ലോ. സാധാ എസ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്താലല്ലേ എലി ചത്തു പോവുകയുള്ളൂ. ഇതെന്താണ്? ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ആണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ എലിക്ക് ന്യൂമോണിയ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് എലി എന്ത് ചെയ്തു? ജീവൻ നിലനിർത്തി. ഓക്കെ, ആൻഡ് ദ 4th എക്സ്പെരിമെൻ്റാണ് ഏറ്റവും ഡിഫറൻ്റായ ഒരു റിസൾട്ട് കിട്ടിയത്. നമുക്ക് നോക്കാം. 4ാമത്തെ എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ, അതുപോലെ തന്നെ 6 സ്ട്രെയിനും മിക്സ് ചെയ്തു, എന്നിട്ട് എലിയിൽ ഇഞ്ചെക്റ്റ് ചെയ്തു. എന്താ ചെയ്തത്? ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ എന്തുമായിട്ട് മിക്സ് ചെയ്തു? 6 സ്ട്രെയിനുമായി മിക്സ് ചെയ്തിട്ട് എലിയുടെ ബോഡിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ റിസൾട്ട് നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കുക. ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ഇഞ്ചെക്റ്റ് ചെയ്തപ്പോൾ എലി ചത്തിട്ടില്ലല്ലോ. 6 സ്ട്രെയിൻ ഇഞ്ചെക്റ്റ് ചെയ്തപ്പോൾ എലിക്ക് അസുഖം ഉണ്ടായിട്ടില്ലല്ലോ. 2 കേസിലും എലി ജീവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇവിടെ എലി ന്യൂമോണിയ ബാധിച്ച് എന്ത് ചെയ്തു? ഈ എലി ചത്തുപോവുകയുണ്ടായി. അങ്ങനെ എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയോ? അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് അല്ലല്ലോ ലഭിച്ചത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്ത സമയത്ത് എലിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല, എലി ജീവൻ നിലനിർത്തിയിട്ടുണ്ട്. 6 സ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്ത സമയത്തും എലിക്ക് അസുഖം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ എലി ചത്തുപോയി. അപ്പോൾ അതിന് കാരണം പരിശോധിച്ച സമയത്ത് അവർ എലിയുടെ ബോഡി പരിശോധിച്ചു. എലിൻ്റെ ബോഡി കട്ട് ചെയ്തു, അതിൻ്റെ ബ്ലഡ് പരിശോധിച്ച സമയത്ത് ഈ എലിയിൽ നിന്നും എന്ത് കാണാൻ പറ്റി? എസ്ട്രെയിൻ ബാക്ടീരിയകളെ കാണാൻ സാധിച്ചു. എന്ത് പറ്റി? ഈ എലിയിൽ നിന്നും എസ്ട്രെയിൻ ബാക്ടീരിയനെ വേർതിരിക്കാൻ പറ്റി. അങ്ങനെ വേർതിരിക്കാൻ പറ്റി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തില്ല? ജീവനുള്ള എസ്ട്രെയിൻ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആകെ ജീവനുള്ള എന്തിനാണ് ഇഞ്ചെക്റ്റ് ചെയ്തത്? 6 സ്ട്രെയിൻ മാത്രമാണ് ഇഞ്ചെക്റ്റ് ചെയ്തത്. എന്നാൽ എലിയിൽ നിന്നും എസ്ട്രെയിൻ ഇഞ്ചെക്റ്റ് ചെയ്യാൻ, ഐസോലേറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുകയും ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ച സമയത്ത് ഇദ്ദേഹം എന്താ വിശദീകരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതുതായി എസ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ, ഈ പുതുതായി ഉണ്ടായ എസ്ട്രെയിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത 6 സ്ട്രെയിനുകൾ ഉണ്ടല്ലോ, ഈ 6 സ്ട്രെയിൻ ഏതോ രൂപത്തിൽ എന്തായി മാറിയതാണെന്നാണ് പറയുന്നത്? എസ്ട്രെയിനായിട്ട് കൺവേർട്ട് ചെയ്തതാണ് എന്നാണ് ഗ്രിഫിത്ത് പറയുന്നത്. സോ 6 സ്ട്രെയിൻ സംഹൗ കൺവേർട്ടഡ് ഇൻ ടു എസ്ട്രെയിൻ ആൻഡ് ബിക്കം പാത്തോജനിക്. നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത ജീവനുള്ള 6 സ്ട്രെയിൻ ഏതോ വിധേന എന്ത് ചെയ്തു? എസ്ട്രെയിനായി കൺവേർട്ട് ചെയ്ത് അതെന്ത് ചെയ്തു? പാത്തോജനിക് ആയിട്ട് മാറിയതാണ് എന്നാണ് ആര് പറയുന്നത്? ഗ്രിഫിത്ത് പറയുന്നത്. ഇങ്ങനെ കൺവേർട്ട് ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മുടെ ഹീറ്റ് കിൽഡ് എസ്ട്രെയിനുള്ള, നോക്കണേ, ഇതിന് കാരണമാണ് പറയാൻ ശ്രദ്ധിക്കണേ, ഹീറ്റ് കിൽഡ് എസ്ട്രെയിനിലുള്ള എന്തോ ചില പദാർത്ഥങ്ങൾ, ഇതിലുള്ള DNA ആരാണ്? ഇതിലുള്ള DNA ആണ് RNA ഈ 6 സ്ട്രെയിനിനെ എസ്ട്രെയിനാക്കി കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആരാണ് 6 സ്ട്രെയിനെ എസ്ട്രെയിനായി കൺവേർട്ട് ചെയ്തത്? ഹീറ്റ് കിൽഡ് എസ്ട്രെയിനിൽ കണ്ടിട്ടുള്ള DNA ആണ്. അപ്പോൾ ഒരു സംശയം, ഈ ഹീറ്റ് കിൽഡ് എസ്ട്രെയിനിലുള്ളത് ഹീറ്റായി കിൽഡ് അല്ലേ, DNA എങ്ങനെ ഉണ്ടാവുകയെന്ന്? DNA ഹൈലി സ്റ്റേബിളാണ്, ചൂടാക്കിയാലും അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. സോ സംതിങ്, എന്നാൽ ഈ വസ്തു DNA ആണ് എന്ന് ഗ്രിഫിത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ DNA ആണെന്ന് മനസ്സിലായില്ല. സംതിങ് ട്രാൻസ്ഫേർഡ് ഫ്രം ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ഇൻ ടു ദ 6 സ്ട്രെയിൻ വിച്ച് കൺവേർട്ടഡ് 6 സ്ട്രെയിൻ ഇൻ ടു എസ്ട്രെയിൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സംതിങ്ങിനെ, ഈ DNA അദ്ദേഹം വിളിച്ച പേരാണെന്ത്? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. എന്താ വിളിച്ചത്? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അത് പിന്നീട് വന്ന സയൻറ്റിസ്റ്റുകൾ ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ DNA ആണ് എന്ന് പ്രൂവ് ചെയ്യുകയും ഉണ്ടായി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന്, ഇത് 2023 പരീക്ഷയിൽ വന്ന ക്വസ്റ്റ്യനാണ്. എസ്ട്രെയിൻ ഇഞ്ചക്റ്റഡ് ഇൻ ടു മൈസ്. അപ്പോൾ എന്താ ആൻസർ? എന്താ ഇവിടെ? എസ്ട്രെയിൻ ഇഞ്ചക്ട് ചെയ്തപ്പോൾ മൈസ് എന്ത് ചെയ്തു? എലി ചത്തുപോയില്ലേ അല്ലേ? ഡയറ്റ്.
സ്ട്രെയിൻ ഇൻജെക്റ്റഡ് ഇൻ ടു മൈസ്, അത് ജീവൻ നിലനിർത്തി. എസ്ട്രെയിൻ ഇൻജെക്റ്റഡ് ഇൻ ടു മൈസ്, ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ കേട്ടോ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വരുന്നത് ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ഇൻജെക്റ്റഡ് ഇൻ ടു മൈസ്, എലി ജീവൻ നിലനിർത്തി. പിന്നെ എസ്ട്രെയിൻ ഹീറ്റ് കിൽഡ് പ്ലസ് സ്ട്രെയിൻ ലൈവ് ഇൻജെക്റ്റഡ് ഇൻ ടു മൈസ്, എലി എന്ത് ചെയ്തു, ചത്തുപോയിട്ടുണ്ട്. ഇതാണ് പലപ്പോഴും ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, റൈറ്റ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് ദ മൈക്രോ ഓർഗാനിസം യൂസ്ഡ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിച്ച മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേരെന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയ സയൻറ്റിസ്റ്റ് ആരാണ്? ഫ്രെഡറിക് ഗ്രിഫിത്ത് ആണ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്താണ്? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളാണ്. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. നമ്മൾ മോളിക്കുലർ ബേസിസ് ചാപ്റ്റർ ആയതുകൊണ്ട് വളരെ വേഗത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ള പരിമിതി ഉണ്ട്. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ 20 മിനിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പാർട്ട് 2 എല്ലാവരും കാണുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.